ഇപ്പോൾ കേരളം പോലത്തെ ഒരു സ്ഥലത്ത് ഹൈവേ ഇനിയും വികസിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വീടുകൾ നിരത്തേണ്ടി വരും. കാരണം നമ്മൾ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഭയങ്കര ഹൈ ആണ്. പക്ഷെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു ഏരിയ ഉണ്ട്, ഏരിയൽ ട്രാവൽ. ഗൂഗിളിനോട് നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ ഗൂഗിൾ കുറേ ആർട്ടിക്കിൾസ് തരും. പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതിൽ ഏത് ആർട്ടിക്കിളാണ് കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ ChatGPT ഒക്കെ വന്നപ്പോഴുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു രോഗലക്ഷണങ്ങൾ പറഞ്ഞാൽ നമുക്ക് അപ്പുറത്തുനിന്ന് ഒറ്റ ആൻസറാണ് കിട്ടുന്നത്. ഇപ്പോൾ ChatGPT ഒക്കെ ചിലപ്പോൾ നല്ല തെറ്റുത്തരം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തരും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അതും വിശ്വസിക്കും. ChatGPT തന്നെ $20 ഒരു പേയ്മെന്റ് പ്ലാൻ ഉണ്ട്, $200 പ്ലാൻ ഉണ്ട്. ഇതൊക്കെ തമ്മിലുള്ള മാറ്റം ലെവൽ ഓഫ് ഇന്റലിജൻസ് ആണ്. ഒരേ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ മാറും, ഓരോ AI ടൂളിനും മാറും. ഇപ്പോൾ AI ഡെഫിനറ്റ്ലി 1% ആൾക്കാർ അവർ നോർമലി ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന പണി കൂടി AIക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള സമയം വെറുതെ ഇരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഡംബർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇത്തരം ടൂളുകളൊക്കെ ലെവറേജ് ചെയ്തിട്ട് അതിൻ്റെയും ഹയർ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഓക്കെ, ഈ പ്രോബ്ലമൊക്കെ AIക്ക് കൊടുത്തു, സോ ദാറ്റ് എനിക്ക് കുറച്ചും കൂടെ ഹയർ ഓർഡർ പ്രോബ്ലംസ് എടുക്കാം. അത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, എനിക്കൊരു സൂപ്പർ പവർ കിട്ടിയ പോലെയാണ്. കുറേ കാലമായിട്ട് ക്യാമറയുടെ പിക്സൽ കൂടി, കുറച്ചും കൂടെ ബിഗർ ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്ന, കുറച്ചും കൂടെ ബാറ്ററി ലൈഫ്, അങ്ങനത്തെ ഫീച്ചേഴ്സിനപ്പുറത്തേക്ക് ഒരു പുതിയ ഫോൺ വാങ്ങാൻ, ബൈ ചെയ്യാൻ, ആ ഡിസിഷൻ നമ്മളെ എടുപ്പിക്കാൻ മാത്രമുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇപ്പോൾ ആരും അങ്ങനെ ഓഫർ ചെയ്യാറില്ല. എല്ലാ ഫോൺ മേക്കേഴ്സിനും ഇന്ന് ബിസിനസ് ഡൗൺ ആണ്. ജോലി ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഗതികേടാന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ടത് മനുഷ്യന്മാർക്ക് മാത്രമാണ്. പ്രകൃതിയിലുള്ള മറ്റു മൃഗങ്ങളൊന്നും ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നില്ല. നമ്മളെ ഡാറ്റ ഒരു കമ്പ്യൂട്ടർ കാണുന്നതിനോട് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അടുത്തൊരു ഹ്യൂമൻ ബീയിങ് കാണുകയാണെങ്കിലാണ് നമ്മൾ കൂടുതൽ കൺസേൺഡ് ആവുന്നത്. ഒരു മിസ്ബിഹേവ് ചെയ്യുന്ന ആളുടെ മുൻപിൽ നമ്മളൊരു ഫോൺ എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ അയാൾ ഓട്ടോമാറ്റിക്കലി നല്ലവനാകും. കാരണം എന്താ, പബ്ലിക് എന്നെ പറ്റി മോശം ഇമേജ് വരും എന്നുള്ള ആ ഒരു പബ്ലിക് സ്ക്രൂട്ടിനി എല്ലാവരും ഭയക്കുന്നത്. ഹായ് ഹലോ, ദിസ് ഇസ് മീ വിജയ് ചിക്കു. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് അഡാപ്റ്റിൻ്റെ ഫൗണ്ടറും സിഇയുമായ നമ്മളെല്ലാവരും ടെക് ഗുരു എന്നൊക്കെ കാണുന്ന നമ്മുടെ സ്വന്തം ഉമർ അബ്ദുൽസലാമാണ്. സ്വാഗതം. താങ്ക് യു. ഞാൻ ഇന്ന് പേഴ്സണൽ കാര്യങ്ങളെക്കാട്ടും ആളുകൾക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. അത് ചോദിച്ചറിയുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അതായിട്ട് തന്നെ പണ്ട് കാലങ്ങളിൽ ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ ഒരു ബുക്ക് വായിക്കും, അല്ലെങ്കിൽ സ്വയം എക്സ്പീരിയൻസിൽ പഠിക്കും. ഇന്ന് നമുക്ക് വളരെ എളുപ്പമാണ് എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷേ ഈ ടെക്നോളജി ഇന്ന് ആളുകൾ ഒരു 100% ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനെന്തായിരിക്കും ഉത്തരം? നമ്മുടെ ഫോണിൻ്റെ ഒക്കെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ ആൾക്കാർ പൊതുവിൽ പറയാറുണ്ടല്ലോ, ഫോണിലൊരു 100 ഫീച്ചർ ഉണ്ടെങ്കിൽ 10 പോലും നമ്മൾ പൊതുവിൽ ഉപയോഗിക്കാറില്ല എന്നുള്ളത്. പിന്നെ ഈ ടെക്നോളജി മേഖലയിലൊക്കെ എന്താണെന്ന് അറിയാം, ഒരുപാട് അറിവ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായാൽ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. അതിപ്പോൾ യൂട്യൂബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മീഡിയാസ് ആയിക്കോട്ടെ, ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. പക്ഷെ പലപ്പോഴും നമ്മളെ കേരളത്തിലൊക്കെ സിനാരിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് ഈ വിഷയങ്ങളിലേക്ക് അങ്ങനെ എത്താറില്ല. ഇതിൽ ഇൻഫർമേഷൻ ഒരുപാട് അവൈലബിൾ ആണ്, ബട്ട് ദെൻ അതിൻ്റെ യൂസേജ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും അതിനെന്ത് ചെയ്യില്ല, ഒരു ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് കാണില്ല. അപ്പോൾ ഫോൺ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ വെറുതെ ഇരുന്ന് കുത്തണ്ടെന്ന് പറയില്ല. അതായത് ഫോൺ നമ്മൾ എൻ്റർടൈൻമെൻറ്റിനാണ് ഉപയോഗിക്കുക. ആ ഒരു റീസൺ കൊണ്ടാണ് അത് ചെയ്യുന്നത്. പക്ഷേ അതേ ഫോൺ വെച്ചിട്ട് ഒരുപാട് പണം ഉണ്ടാക്കുന്നവരുണ്ട്. അതേ ഫോൺ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഇപ്പം നമ്മുടെ വിരൽ തുമ്പിൽ ലോകത്തുള്ള ഏത് ഇൻഫർമേഷനും കിട്ടും. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ടെക്നോളജി ഉണ്ട്, പക്ഷേ ടെക്നോളജീനെ ഉപയോഗിക്കുന്നതിലാണ് ശരിക്കും ആളുകൾക്കിടയിലുള്ള വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ അത് ഫീച്ചേഴ്സ് അറിയാന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറത്തെ യൂസ് കേസുകൾ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ ഇപ്പോൾ മെഡിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സെർച്ച് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് എന്തെങ്കിലും അസുഖം വരുന്നു, ഡോക്ടറെ കാണുന്നു, ചികിത്സ നേടുന്നു. ഇന്ന് വളരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ തന്നെ അതിന് ഗൂഗിളിൽ നോക്കി മരുന്ന് സെർച്ച് ചെയ്യണം, നമ്മൾ തന്നെ ഡോക്ടറായിട്ട് മാറുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ആ ടെക്നോളജി അല്ലെങ്കിൽ ഈ ഗൂഗിളിൽ സെർച്ച് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതെപ്പോഴും ഒരു ഓപ്പോസിറ്റ് നമുക്ക് സംഭവിക്കാറുണ്ടല്ലോ. ഇറ്റ് വാസ് ലൈക്ക് കുറച്ച് കാലം മുൻപ് വരെ നമ്മൾ ഗൂഗിൾ ചെയ്യലാണ് ബിഹേവിയർ. പക്ഷെ ഇപ്പൊ മാറി. ഇപ്പൊ നമ്മൾ ChatGPTയോടാ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ജെമിനൈയോടോ പെർപ്ലെക്സിറ്റിയോടോ AI ടൂളുകളോടാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു ഫണ്ടമെന്റൽ ഷിഫ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഗൂഗിളിനോട് ചോദിച്ചിരുന്ന കാലത്ത് ഗൂഗിളിനോട് നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ ഗൂഗിൾ കുറേ ആർട്ടിക്കിൾസ് തരും. പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതിൽ ഏത് ആർട്ടിക്കിളാണ് കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മളൊരു അസംഷനാണ് ഡോക്ടറോട് പറയാം, ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടിയെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ChatGPT ഒക്കെ വന്നപ്പോഴുള്ള മാറ്റം എന്താ വെച്ചാൽ നമ്മളൊരു രോഗലക്ഷണങ്ങൾ പറഞ്ഞാൽ നമുക്ക് അപ്പുറത്തുനിന്ന് ഒറ്റ ആൻസറാണ് കിട്ടുന്നത്. ഒരു ലിസ്റ്റ് ഓഫ് ആൻസേഴ്സ് അല്ല, ഒറ്റ ആൻസറാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ ഹാലൂസിനേഷൻ എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ ChatGPT ഒക്കെ ചിലപ്പോൾ നല്ല തെറ്റുത്തരം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തരും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അതും വിശ്വസിക്കും. പക്ഷെ ഇപ്പം അത് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ ഹാലൂസിനേഷൻ്റെ റേറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. തെറ്റുത്തരം തരുന്നത് തന്നെയാണ് ഹാലൂസിനേഷൻ എന്ന് പറയാം. അപ്പോൾ ഇനി ഭാവിയിൽ ഈ ഹെൽത്ത് കെയർ ശരിക്കും ആൾക്കാർ ഗൂഗിളിൽ നോക്കി എന്ന് പറഞ്ഞ് വരല്ലേ ചെയ്യുക. അതായത് ഒരു നല്ല ലെവലിൽ ആൾക്കാർക്ക് വേണ്ടുന്ന കൺസൾട്ടേഷൻ കൊടുക്കാൻ AI ടൂളുകൾക്ക് കഴിയും.
അത് വലിയൊരു ഷിഫ്റ്റാണ്. ഇപ്പോൾ ഹെൽത്ത് കെയറിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോട്ടോക്കോളിന് പകരം കുറച്ചും കൂടെ പേഴ്സണലൈസേഷൻ വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇപ്പം നിങ്ങൾ ChatGPT ചോദിക്കുമ്പോൾ ChatGPTക്ക് ഇതിന് മുൻപ് ചോദിച്ച ചോദ്യങ്ങളൊക്കെ അറിയാം. നമ്മളെക്കുറിച്ചുള്ള മെമ്മറി ഉണ്ട്, നമ്മളെക്കുറിച്ചുള്ള ഒരു പേഴ്സോണ അതിനടുത്തുണ്ടാവും. അതുപോലെ ഇത് നമ്മുടെ ഫോണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ള ആശയങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം നമ്മളെ ഫോൺ തന്നെ ഒരു ഇൻ്റലിജൻറ്റ് ഡിവൈസ് ആയിട്ട് മാറുക. അതായത് ഇനി ഫോണിലൊക്കെ വരുന്ന അടുത്ത ഒരു ലെവൽ ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയേണ്ടത് ഇനി അടക്കോ തുറക്കോ അല്ലെങ്കിൽ വലിച്ചു നീട്ടിയിട്ട് വലിയ സ്ക്രീൻ ആവുമോ, ഫോണിൽ നിന്ന് ഡ്രോണ് പാറുമോ എന്നുള്ളതൊന്നുമല്ല. പകരം അടുത്തത് ഒരു നല്ല പോസിബിലിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ ഗ്യാപ്പ് ഉള്ളത് നമ്മൾ ഫോണുകളൊക്കെ ഇപ്പോൾ ഭയങ്കര ഡംബാണ്. അതായത് കുറേ ബുദ്ധിയൊന്നുമില്ല, എന്നാൽ കുറേ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധി ഉണ്ട് താനും. കാരണം ആ ബുദ്ധി വെച്ചിട്ടാണ് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോകൾ റെക്കമെൻഡ് ചെയ്യുന്നത്, ഇൻസ്റ്റഗ്രാമിൽ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും മറ്റുള്ളതൊക്കെ ആ ഒരു അൽഗോരിതം തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ട് നമ്മുടെ ലൈഫിൽ എല്ലാ മേഖലകളിലും, അതിപ്പോൾ ഹെൽത്ത് കെയറിൻ്റെ കാര്യത്തിലും ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരു പേഴ്സണലൈസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ടെക്നോളജിക്ക് കഴിയും. അതായിരിക്കും ഇനി ഒരു പക്ഷേ ഗൂഗിളിൽ ചോദിക്കുന്ന ആൾക്കാരാവില്ല ഇനി ഉണ്ടാവുക. പകരം AI ചോദിച്ചിട്ട് ആ ഒരു ഫീഡ്ബാക്കും കൊണ്ട് വരുന്ന ആൾക്കാരായിരിക്കും അധികം ഉണ്ടാവുക. ഇപ്പം നമ്മൾ ഫോണുകളുടെ കാര്യം പറയാം. നമ്മുടെ ഒരു ചെറുപ്പകാലത്ത് ലാൽ ഫോണാണ്, അതിൽ സ്ഥലത്ത് വയറുള്ളതുണ്ട്, വയർലെസ് വന്നിട്ടുണ്ട്, പിന്നെ അത് ഫോണായി, മൊബൈൽ ഫോണായി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടച്ച് ഫോൺ ഏറ്റവും സ്മോൾ ആയിട്ടുള്ളത് രൂപത്തിൽ മാറിയിട്ടുണ്ട്. ഇനി എന്തായിരിക്കും അതിൻ്റെ രൂപത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇനി വർഷം കഴിയുമ്പോൾ? ഫോണുകളുടെ കാര്യത്തിൽ ഞാൻ മുൻപ് ഇങ്ങനെ തന്നെ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട്. അതായത് ഫോണുകൾ അതിൻ്റെ ഒപ്റ്റിമം ലെവൽ എത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചില ആൾക്കാരെല്ലാം കളിയാക്കുന്നത് ഇനി ഫോണിൽ നിനക്ക് വാഷിംഗ് മെഷീൻ വേണമെന്നുള്ള രീതിയിലൊക്കെ അത് കളിയാക്കാണ്. ബട്ട് ദെൻ നമ്മൾ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിന് സ്ലാബ് ഫോൺ എന്നാണ് പറയാം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണുകളെല്ലാം സ്ലാബ് രൂപത്തിലുള്ള ഫോണുകളാണ്. അതായത് കാലങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ കാലമായിട്ട് ക്യാമറയുടെ പിക്സൽ കൂടി, അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചും കൂടെ ബിഗർ ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്നത്, കുറച്ചും കൂടെ ബാറ്ററി ലൈഫ്, അങ്ങനത്തെ ഫീച്ചേഴ്സിനപ്പുറത്തേക്ക് ഫോണിനെ നമുക്കൊരു പുതിയ ഫോൺ വാങ്ങാൻ ബൈ ചെയ്യാൻ ആ ഡിസിഷൻ നമ്മളെ എടുപ്പിക്കാൻ മാത്രമുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇപ്പോൾ ആരും അങ്ങനെ ഓഫർ ചെയ്യാറില്ല. ഇതിൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ് എല്ലാ കമ്പനികൾക്കും, എല്ലാ ഫോൺ മേക്കേഴ്സിനും ഇന്ന് ബിസിനസ് ഡൗൺ ആണ്. അപ്പോൾ നമ്മൾ ഫോണിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, കാരണം ഇതിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ട് ഈ രൂപത്തിനകത്ത്. ഇനി അതല്ല ഇപ്പോൾ ഡിസ്പ്ലേ മാറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ബാറ്ററി ലൈഫോ, ഇതൊക്കെ എഡ്ജ് യൂസ് കേസുകളാണ്. അതായത് എല്ലാവർക്കും വേണ്ട, സാധാരണക്കാരന് വേണ്ടുന്ന ഫീച്ചേഴ്സൊക്കെ നിലവിലെ ഫോണിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഫീച്ചർ കൊണ്ടുവന്നാൽ അതൊരു ഇൻക്രിമെൻ്റൽ ചേഞ്ച് ആണ്. അതായത് ഒരു പുതിയ ഫോൺ വാങ്ങാൻ 50,000 1 ലക്ഷം ഒന്നും മുടക്കാൻ ഒരാൾ ഡിസിഷൻ എടുക്കാൻ അതുകൊണ്ട് സാധ്യതയില്ല. അപ്പോൾ ഇനി ഫോണിൽ വലിയൊരു മാറ്റം വരിക, ഈ ഫോണുകൾ ഇൻ്റലിജൻ്റ് ഡിവൈസുകളായിട്ട് മാറുന്നു. അപ്പോൾ ഫോൺ നമ്മുടെ പേഴ്സണൽ ജാർവിസ് ആയിരിക്കും. ഇപ്പോൾ അയൺമാനിലെ പോലെ, അയൺമാനിൽ നമ്മൾ കണ്ടിട്ടില്ല ഒരു ജാർവിസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ജാർവിസ് ആവാൻ ഫോണിന് പറ്റും. നമ്മുടെ പേഴ്സണൽ ഹെൽത്ത് ഡാറ്റ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആപ്പിളിൻ്റെ ഒക്കെ ഏറ്റവും കൂടുതൽ പാറ്റന്റുകൾ ഇപ്പോൾ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് ഹെൽത്ത് റിലേറ്റഡ് പാറ്റന്റുകളാണ്. ഹെൽത്ത് പറഞ്ഞാൽ ഭയങ്കര ഇൻസെൻറ്റീവ് ഉള്ള ഒരു ഏരിയയാണ്. കാരണം എന്താ വെച്ചാൽ അയാൾ ഏറ്റവും കൂടുതൽ സമ്പത്തൊക്കെ ഉണ്ടായി വരല് ശരിക്ക് അയാളുടെ 20s-ലോ 30s-ലോ ഒന്നും അല്ല. ഒരു 50 വയസ്സ് 60 വയസ്സൊക്കെ ആകുമ്പോഴാണ് അയാൾ ലോകം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ച് ബിസിനസ്സൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് ഒരു ലെവൽ അച്ചീവ് ചെയ്യുക. പക്ഷേ പിന്നുള്ളൊരു വിഷമമുള്ള ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ട് കുറേ ജീവിതശൈലി രോഗങ്ങളും മറ്റുമൊക്കെ വരും. പിന്നീട് ഇവരൊരു വാർദ്ധക്യം എന്ന് പറയുന്ന അത്ര ഒന്നും ഹെൽത്തി അല്ലാത്തൊരു വാർദ്ധക്യം, പിന്നീട് അങ്ങോട്ട് മരിച്ചു പോവുകയും ചെയ്യും. ഇതാണ് നോർമലി മനുഷ്യൻ, അത്രേ ഉള്ളൂ മനുഷ്യൻ. അപ്പോൾ ഇവിടെ ഈ ആപ്പിളും ഗൂഗിളൊക്കെ ഒരു ഹെൽത്ത് ടെക് കമ്പനികളൊക്കെ ആയിട്ട് മാറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഹെൽത്ത് ടെക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണുകൾ ഒരുപാട് ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നടക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത്, എന്തൊക്കെ ഭക്ഷണം കഴിച്ചു, എവിടുന്ന് കഴിച്ചു, എത്ര ദൂരം ട്രാവൽ ചെയ്തു. ഇപ്പം നമ്മൾ ഇപ്പോൾ കോഴിക്കോട് ഇരുന്ന് സംസാരിക്കുന്നതെന്ന് വെക്കാം, കോഴിക്കോട്ടത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഗൂഗിളിന് അറിയാം, അല്ലെങ്കിൽ മറ്റുള്ള സിസ്റ്റംസിന് അറിയാം. ഇവിടെ ഇപ്പോൾ എന്തെല്ലാം പകർച്ചവ്യാധികൾ റണ്ണിങ് ആണെന്നുള്ളത് അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡാറ്റ സെറ്റ് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റും. ഇനി ഇതന്നെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ഫ്രിഡ്ജുകൾ സ്മാർട്ട് ഫ്രിഡ്ജുകളായിരിക്കും. അതുപോലെ സ്മാർട്ട് ടോയ്ലറ്റുകൾ എന്ന് പറഞ്ഞിട്ട് ആശയം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നമുക്ക് ബെറ്റർ പേഴ്സണലൈസ്ഡ് സർവീസുകൾ ഓഫർ ചെയ്യുന്നതിൽ ഒരു കണ്ണിയായിരിക്കും ഫോൺ. അതായത് ഫോണ് ഇപ്പോൾ ഇന്നൊരു സ്റ്റാൻഡ് അലോൺ ഡിവൈസ് ആയിട്ട് നമ്മൾ കാണുന്നത്, പക്ഷേ ഫോൺ ഒരുപാട് ഫീച്ചേഴ്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ആണ്, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഫോണാണ്, നെറ്റ്വർക്ക് ഫോണാണ്, ബിസിനസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ ബാങ്കാണ് ഫോൺ അല്ലേ. അങ്ങനെ ഫോണിന് കുറേ റോളുണ്ട്. ഇനി ഈ ഫോൺ എന്ന് പറയേണ്ടത് ഒരു ഇൻ്റഗ്രേറ്റഡ് ഹോളിൻ്റെ
ഭാഗമായിട്ട് മാറാൻ, അതായത് ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസുകളുടെ ഒരു നെറ്റ്വർക്കിൽ ഒരു കണ്ണിയാവുക. എന്നിട്ട് നമുക്ക് അതെന്ത് ചെയ്യാം, ലൈഫിൻ്റെ പേഴ്സണലൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളിലും പേഴ്സണലൈസേഷൻ. ഇപ്പം ഹെൽത്ത് കെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു പനി വന്ന എല്ലാവർക്കും പാരസിറ്റമോളാണ്, അത് ജനറൽ സ്റ്റാൻഡേർഡ്സ് ആണ്. പക്ഷെ അങ്ങനെ ആവില്ല. ഇപ്പം എൻ്റെ ജനറ്റിക് മേക്കപ്പ് അനുസരിച്ചിട്ട് എനിക്ക് പാരസിറ്റമോൾ ആവില്ല വേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ ഡോസേജിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടി വരും. ഇനി അതല്ല, എൻ്റെ സ്മാർട്ട് ടോയ്ലറ്റ് എന്നുള്ള ഇൻഫർമേഷനും കൂടെ കിട്ടുമ്പോൾ പനിച്ചതിൻ്റെ റീസൺ കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഞാൻ കഴിച്ച ഭക്ഷണം എന്താണ്, അത് എത്ര പഴകിയതാണെന്നുള്ളത് ചിലപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ നിന്നുള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റാ ബേസ്ഡ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഹ്യൂജ് സ്കോപ്പ് ഉണ്ട്. അതിൽ ഒരു കണ്ണിയായിരിക്കും ഫോൺ എന്നാണ് ഭാവിയിൽ ഉള്ളൊരു പോസിബിലിറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ വാട്സപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒരു ചാറ്റ് ഉണ്ട് എഐക്ക് വേണ്ടി മാത്രം. എല്ലാവരും അതിലിപ്പം ഫ്രണ്ട്സിനെ പോലെ തന്നെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ തന്നെ ഡയറ്റിംഗ് പ്ലാൻസ് അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യം ഡൗട്ടൊക്കെ ആളോട് ചോദിക്കാൻ തുടങ്ങി. പലപ്പോഴും ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ പേഴ്സണൽ കാര്യങ്ങൾ വരെ നമ്മൾ സംസാരിക്കുന്ന സിറ്റുവേഷൻസ് ഇപ്പോൾ വരികയാണ്. അപ്പം അപ്പോഴൊരു സംശയം, നമ്മുടെ ഒരു പ്രൈവസി അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസി ഇത് ലീക്ക് ആവില്ല, അങ്ങനെ സംശയം ആളുകൾക്ക് വരില്ല. അതിനൊരു പോസിബിലിറ്റി ഉണ്ടോ? ഇവിടെ എന്തെന്നറിയോ, ഈ AI എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചൈനയുടെ ഡീപ് സീക്ക് എന്ന് പറഞ്ഞിട്ടൊരു AI ടൂൾ ഇറങ്ങിയിരുന്നു കഴിഞ്ഞ മാസം. അന്നും ഈ പ്രൈവസി ഭയങ്കര ചർച്ചയായിരുന്നു. പിന്നെ മെറ്റയുടെ AIയിൽ എല്ലാവരും ചാറ്റ് ചെയ്യുന്നതാണ്, പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ആ ചോദ്യമൊക്കെ വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നാണായിരിക്കും, ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ആളാണോ എന്നുള്ളത്. പക്ഷെ അപ്പുറത്തിരുന്നിട്ട് ആരും നമ്മളെ ചാറ്റിന് ഉത്തരം തരികയല്ല ചെയ്യുന്നത്. അതിൻ്റെ ഒരു സിസ്റ്റമേ ഡിഫറെൻ്റ് ആണ്. കോടിക്കണക്കിന് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ പ്രശ്നം പ്രൈവസി എന്നുള്ളത് ഇൻഡിവിജ്വൽ ലെവലിലായിരിക്കില്ല പ്രൈവസിയുടെ മേജർ ഇമ്പാക്റ്റ് വരിക. പകരം ഇപ്പോൾ ഇതിൻ്റെ ട്രെൻഡുകൾ, ഇപ്പോൾ ഒരു പ്രദേശത്തു നിന്നുള്ള ആളുകളെല്ലാം ഇന്ന രീതിയിൽ പെരുമാറുന്നവരാണ് എന്നുള്ള വൈഡർ ട്രെൻഡുകൾ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ആസ് എ ജനതയെ കുറിച്ച് പറയും. ഇപ്പം ഇന്ത്യക്കാരല്ല സെർച്ച് ചെയ്യുന്നത് ഇതാണ്, അല്ലെങ്കിൽ മലയാളികൾ ഇങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത്, ഇന്ന ടൈമിൽ മലയാളികൾ ഇന്നത് ചെയ്തു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ ഒരു പാറ്റേണുകൾ ഒരു ആന്ത്രോപോളജി ലെവലിലൊക്കെ ഇവർക്ക് വേണമെങ്കിൽ വിശകലനത്തിനൊക്കെ വിധേയം ആക്കാൻ പറ്റും. അത് നല്ലൊരു പൊട്ടൻഷ്യലാണ്. പക്ഷെ പ്രൈവസി എന്ന് പറയുമ്പോൾ നമ്മൾ സെൻസിറ്റീവ് ഡാറ്റകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് AIകൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഫോർ ദ ടൈം ബീങ്. കാരണം എല്ലാ AI ടൂളുകളുടെയും എന്താ പറയുക, ഈ പ്രൈവസി പോളിസിയും മറ്റുമൊക്കെ ക്വസ്റ്റ്യനബിൾ ആണ്. എല്ലാവർക്കും എന്താ പറയുക, ഡീപ് സീക്കിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഡീപ് സീക്ക് ചൈനയിലേക്ക് ഡാറ്റ ഷിപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഇത് ഇൻഡിവിജ്വൽ ലെവലിൽ അതൊരു തിരിച്ച് അറ്റാക്ക് ആയിട്ട് വരാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പോൾ പ്രൈവസിയിലൊക്കെ വേറെ ഇതിപ്പോൾ എന്താ വെച്ചാൽ, നമ്മളെ ഡാറ്റ ഒരു കമ്പ്യൂട്ടർ കാണുന്നതിനോട് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ അടുത്തൊരു ഹ്യൂമൻ ബീയിങ് കാണുകയാണെങ്കിലാണ് നമ്മൾ കൂടുതൽ കൺസേൺ ആവുന്നത്. അപ്പോൾ ആ ഹ്യൂമൻ ബീയിങ്സ് കാണാനുള്ള ചാൻസ് കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബട്ട് ദെൻ പ്രൈവസി ഇപ്പോഴും ഞാൻ പറയുന്ന സെൻസിറ്റീവ് ഡാറ്റകൾ കൈകാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഇപ്പം ഞാനിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ചേട്ടൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ അതിനൊരു ഡൗട്ട് ചോദിക്കുന്ന ഒരു സെയിം ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഉത്തരം എന്തായാലും അത് സെയിം തന്നെ ആയിരിക്കും, കൃത്യമായിട്ട് തരും, നിർബന്ധമില്ല, മാറ്റങ്ങളുണ്ടാവും. ഓക്കെ. അപ്പം ഇപ്പം സെയിം ചോദ്യത്തിന് സെയിം ഉത്തരം തരുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മളിപ്പം ചിന്തിച്ച് ചെയ്യുന്നതിനെക്കാട്ടും ആളുകൾ ഭയങ്കര ഈസി ആയിട്ട് ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. അതെ, എനിക്ക് മനസ്സിലായി. അതായത് ഇത് ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. അതായത് ആളുകൾ AI ടൂളുകളൊക്കെ ഇത്രമാത്രം അവൈലബിൾ ആയി കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ബുദ്ധി പിന്നെ ഉപയോഗിക്കുമോ എന്നുള്ളൊരു ചോദ്യം. ഇവിടെ ദാറ്റ്സ് ട്രൂ. അത് എന്താ വെച്ചാൽ എല്ലാ കാലത്തും ഓരോ ടെക്നോളജി വരുന്ന സമയത്ത് അതിന് മുൻപേ ഉള്ള സിസ്റ്റംസ് എന്താണോ വർക്ക് ചെയ്തിരുന്നത് ആ സ്കില്ല് നമുക്ക് നശിച്ചിട്ടുണ്ടാവും. ഇപ്പം ആൾക്കാർ പാടത്ത് പണിയെടുത്തിരുന്ന കാലത്ത് എല്ലാ ആൾക്കാരും കൃഷിയോ അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ടുള്ള ജോലിയൊക്കെ ചെയ്തിരുന്ന കാലത്ത് നമുക്ക് കയ്യിന് കുറച്ചും കൂടെ തഴമ്പുണ്ടാവും, കുറച്ചും കൂടെ നമ്മൾ ശാരീരികമായിട്ട് ഫിറ്റ് ആയിരിക്കും. പക്ഷേ ഇന്ന് വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരെ പോലെ ആരോഗ്യം ഉണ്ടാവും ഇല്ല. അപ്പോൾ നമുക്കതൊരു ഹ്യൂജ് ലോസ് തന്നെയാണ്. ടു സം എക്സ്റ്റെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സും മറ്റുമൊക്കെ ലൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യർക്ക് രണ്ട് തരത്തിലുള്ള എബിലിറ്റിയാണ് ഉള്ളത്. ഒന്നിപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ, രണ്ട് ഇൻ്റലിജൻറ്റ് വർക്കുകൾ അഥവാ നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ. അപ്പോൾ മുൻപ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉപയോഗിച്ച് ചെയ്തിരുന്ന ജോലികളെ യന്ത്രങ്ങൾ റീപ്ലേസ് ചെയ്തപ്പോൾ നമ്മൾ ഇന്റലിജൻസ് ആവശ്യമുള്ള മേഖലകളിലേക്ക് കൂടുതൽ മാറി. ഇന്നിപ്പോൾ AI എല്ലാം പറയേണ്ടത് ഇന്റലിജന്റ് വർക്ക് AI ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ AI ഇന്റലിജന്റ് വർക്ക് ചെയ്യുമ്പോൾ ഓക്കെ, ഇനി ഇതും ഉപയോഗിക്കാണ്ടായി കഴിഞ്ഞാൽ മനുഷ്യൻ ഇങ്ങനെ ഒരു സംഭവമായി മാറൂലേ എന്നുള്ളത്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, വലിയൊരു ശതമാനം ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, എല്ലാം ഉണ്ട്. വലിയൊരു ശതമാനം ഇതിനെ വെറും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. അവർ പുറം ലോകവുമായിട്ട് ഒരു ബന്ധമില്ലാതെ, റിയാലിറ്റിയുമായിട്ട് ഒരു ബന്ധമില്ലാതെ, ഡിസ്കണക്റ്റഡ് ആയിട്ട്, ഒരു പക്ഷേ അവർക്ക് ലൈഫിൽ ഒരു ഗോളും ഉണ്ടാവില്ല, ഒരു അന്തം ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ എന്താ ചെയ്യാന്നറിയാതെ അവരങ്ങനെ നടക്കും. ബേസിക്കലി അവർ ആ ഡിപ്രസ്ഡ് എന്താണോ അവർ ചിലപ്പം ഭയങ്കരമായിട്ടും
അവരുടെ കണ്ടീഷനിൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും. പക്ഷെ സ്റ്റിൽ അടുത്ത ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ അവരത് മറക്കുകയാണ്. പിന്നെ അവരത് അങ്ങനെ സ്ക്രോൾ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകില്ലേ. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്കാരുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഇൻസ്റ്റാഗ്രാം അടിപൊളി പ്ലാറ്റ്ഫോം, എൻ്റെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാം, എനിക്കിത് വെച്ചിട്ട് കാശ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിൽ എനിക്ക് കരിയർ ഉണ്ട് എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യുന്നവരും ഇല്ലേ. അപ്പം എല്ലാ ടെക്നോളജി അങ്ങനെ തന്നെയാണ്. അത് ഒരു കൂട്ടരെ നമ്മളത് ഡംബറാക്കുന്നുണ്ടാവും, പക്ഷെ ഒരു കൂട്ടര് ഇതിനൊക്കെ ലെവറേജ് ചെയ്തിട്ട് ഹയർ ഗോളുകളിലേക്ക് പോകുന്നവരുണ്ടാവും. അപ്പോൾ AI ഡെഫിനറ്റ്ലി 1% ആൾക്കാർ അവർ നോർമലി ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന പണി കൂടി AIക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള സമയം വെറുതെ ഇരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഡംബർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ ഇത്തരം ടൂളുകളൊക്കെ ലെവറേജ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെയും ഹയർ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഓക്കെ, ഈ പ്രോബ്ലം AIക്ക് കൊടുത്തു, സോ ദാറ്റ് എനിക്ക് കുറച്ചും കൂടെ ഹയർ ഓർഡർ പ്രോബ്ലംസ് എടുക്കാം. ഇപ്പോൾ AIക്ക് ഒരു ലിമിറ്റഡ് ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ ആ ഇൻ്റലിജൻസും കൂടെ കൂട്ടിയിട്ട് എനിക്ക് കുറച്ചും കൂടെ ഹയർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, അതൊരു ലെവറേജ് ആണ്. അത് എനിക്കൊരു സൂപ്പർ പവർ കിട്ടിയ പോലെയാണ്. അപ്പോൾ ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ മെറ്റാ AI വളരെ ബേസിക് AI ആണ്. അപ്പോൾ അതിനേക്കാളും അഡ്വാൻസ്ഡ് AI ChatGPT ആയിരിക്കും. ChatGPTക്ക് തന്നെ $20 ഒരു പേയ്മെന്റ് പ്ലാൻ ഉണ്ട്, $200 പ്ലാൻ ഉണ്ട്. ഇതൊക്കെ തമ്മിലുള്ള മാറ്റം ലെവൽ ഓഫ് ഇന്റലിജൻസാണ്. ക്വാളിറ്റി, ഉത്തരത്തിന്റെ ക്വാളിറ്റി മാറും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരേ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ മാറും, ഓരോ AI ടൂളിനും മാറും. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ക്വാളിറ്റി ഓഫ് ഇന്റലിജൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എങ്ങനെ നല്ലൊരു ബിസിനസ് തുടങ്ങാം എന്നുള്ളത് നമ്മളൊരു സാധാരണക്കാരനോട് ചോദിച്ചാൽ അയാളുടെ ഒരു ഉത്തരം ഉണ്ടാവും. അതന്നെ ഒരു നമ്മുടെ ലുലുവിൻ്റെ യൂസുഫ് അലിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ഉത്തരം ഉണ്ടാവും. ഒരു ബിസിനസ്സുകാരൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരൻ പറയും ഫണ്ട് ഇല്ലാത്തതാണ് വലിയ പ്രശ്നം എന്ന് പറയും. കാരണം അയാൾക്ക് അത് തുടങ്ങാൻ പറ്റാത്ത ചിലപ്പോൾ ആ പ്രശ്നം കൊണ്ടായിരിക്കും. പക്ഷേ യൂസുഫ് അലിയെ പോലത്തെ ഒരാൾ പറയും എന്താ വെച്ചാൽ ഫണ്ട് ആവില്ല പ്രശ്നം, കാരണം പുള്ളി വിചാരിച്ചു കഴിഞ്ഞാൽ റിസോഴ്സ് എത്തിക്കൽ വലിയ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ഒരേ ചോദ്യങ്ങൾ പോലും നമ്മൾ ചോദിക്കുന്ന വ്യക്തി ആരോട് ചോദിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ഉത്തരത്തിൽ വലിയ മാറ്റം വരും. അയാളുടെ നമ്മൾ ചോദ്യം ചോദിക്കപ്പെടുന്ന ആളുടെ ലെവൽ ഓഫ് ഇന്റലിജൻസ് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൽ വലിയ മാറ്റം വരും. ഇതേപോലെയാണ് ChatGPTയുടെ $200 പ്ലാനിലാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഒരു ഹയർ ഇന്റലിജന്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു റിയൽ ടൈം കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആണ് മെറ്റാ AI. ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടീൻ്റെ ബുദ്ധിയുള്ളൂ. അതിൻ്റെ കൂടെ ഒരു +2 കഴിഞ്ഞ കുട്ടിയുടെ ബുദ്ധി ഉണ്ടാവും ChatGPTയുടെ ഫ്രീ വെർഷൻ. ChatGPTയുടെ $20 പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ ആളുടെ ബുദ്ധി ഉണ്ടാവും. അപ്പോൾ PG കഴിഞ്ഞ ആളുടെ ബുദ്ധി നമുക്ക് $200 പ്രതീക്ഷിക്കാം. അതായത് നമ്മൾ ഓരോ ജോലിയുടെയും വരുമാന സാധ്യത നിയന്ത്രിക്കുന്നത് ആ ജോലിക്ക് എത്ര ലെവൽ ഓഫ് ഇന്റലിജൻസ് വേണം എന്നുള്ളതിനനുസരിച്ചാണ്. ഇപ്പോൾ ഡോക്ടർ വേണം, വെറും ഡോക്ടർ അല്ലേ, MD ഉള്ള ഡോക്ടർ വേണം. അപ്പോൾ അത് അത്രയും ഇന്റലിജന്റ് ആവണം എന്നുള്ളതല്ലേ. ഇതേ വ്യത്യാസം AI ടൂളുകൾക്കിടയിലുണ്ട്. പലരും ഇനി സ്കൂളിൽ പോയി പഠിക്കേണ്ട എന്ന തീരുമാനത്തിൽ പാരന്റ്സ് എടുക്കുന്നുണ്ട് കുട്ടികൾ സ്കൂളിൽ പോയി. അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? അതോ ഒരു സ്കൂൾ കാലഘട്ടം അതിപ്പം ഒരു 10 വർഷം മുമ്പ് പഠിപ്പിച്ച കാര്യം തന്നെയാണ് സ്റ്റിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നത്, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഇത് ശരിക്കും ഈ ഹോം സ്കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ സംഭവമല്ല കേട്ടോ. അതൊരു ഹയർ ഓർഡർ പ്രോബ്ലം ആണ്. അതായത് സാധാരണ സ്കൂളിൽ പറഞ്ഞയക്കുന്നതാണ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് ജോബ്. അതായത് വലിയ പണിയൊന്നുമില്ല, സ്കൂളിൽ വിട്ടാൽ മതി, ഒരിക്കൽ അങ്ങ് വിട്ടാൽ ബാക്കി അവർ നോക്കിക്കോളും എന്നുള്ളത്. ഹോം സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ആരെടുത്തേക്കും വിടുന്നില്ല, നമ്മളെ റെസ്പോൺസിബിലിറ്റിയിലാണ്. അപ്പോൾ പാരൻസിൻ്റെ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഇതിൽ വലിയ റോള് വഹിക്കും. അപ്പോൾ നമുക്ക് കുട്ടീനെ ഹോം സ്കൂൾ ചെയ്യാന്ന് വെറുതെ തീരുമാനിച്ചിട്ട് വീട്ടിലിരുത്തിയാൽ പോരാ. ഈ കുട്ടിക്ക് ലോകത്തുനിന്ന് കിട്ടേണ്ടുന്ന ഒരുപാട് അറിവുകളൊക്കെ നൽകാനുള്ള ഒരു ശേഷി നമുക്ക് ഉണ്ടാവണം. സാധാരണ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫാക്ടറി മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതായത് ഓരോ കുട്ടിയെയും അതിൻ്റെ ഔന്നത്യത്തിൽ എത്തിക്കുക എന്നുള്ളതിലുപരിയായിട്ട് എല്ലാവർക്കും മിനിമം എഴുത്തും വായനയൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗോള്. അതന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറയൽ എന്താ വെച്ചാൽ ഒരു ലിമിറ്റഡ് സെറ്റ് ഓഫ് സിലബസ് ഉണ്ടാകും. ആ സിലബസ് അതിനൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, ടീച്ചർ വന്ന് അത് പഠിപ്പിക്കും. കുട്ടിക്ക് അത് എത്തിക്കണമെന്ന് അറിയാൻ നമ്മൾ എക്സാം നടത്തിയിട്ട് ടെസ്റ്റ് ചെയ്യും. ഇതാണ് നോർമൽ എക്സാം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. പക്ഷേ ആ സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഇന്നത്തെ കാലത്തിൻ്റെ എല്ലാ ചേരുവകളും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ എന്തിനാ സ്കൂളിൽ പോകണമെന്ന് ചോദിച്ചാൽ നമുക്കൊരു പൊതുബോധം ഉണ്ടാവാനാണ്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ജോഗ്രഫി അറിയണം, ഹിസ്റ്ററി അറിയണം. കാരണം നമ്മുടെ ചരിത്രമാണ് നമ്മുടെ വേരുകൾ അല്ലേ. നമ്മുടെ ജോഗ്രഫിയാണ് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചുള്ള ബന്ധം. നമ്മളെ പൊളിറ്റിക്സ് ആണ് അല്ലെങ്കിൽ സോഷ്യോളജിയോ മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സമൂഹവുമായിട്ട് എങ്ങനെ ഇടപെടണം എന്ന് പഠിപ്പിക്കുന്നത്. എക്കണോമിക്സ് ആണ് നമ്മൾ കൊടുക്കൽ വാങ്ങലുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം അറിയാന്നുള്ളത് ആ പൊതുബോധത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അവിടെ ഞാൻ സ്കൂളുകളെ പൊതുവിൽ വിമർശിക്കാറുള്ളത് അത് ഗ്രോസിലി എന്താ പറയുക ഇനാഡിക്വേറ്റ് ആണെന്നുള്ളൊരു പോയിന്റ് എന്നാണ്. അതായത് ഒരുപാട് കൂടുതൽ വേണം, സ്കൂളിന്റെ ഫെസിലിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്.
അവിടെ ഇപ്പം നമ്മൾ ഒരുപാട് വിഷയങ്ങൾ, ഇപ്പോൾ പുതിയ ജനറേഷൻ പോരാ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ ഒരുപാട് കമൻറ്റ് ചെയ്യണില്ലേ. പക്ഷേ എൻ്റെ ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ ജനിച്ചു വരുന്നേ ഉള്ളൂ, അവർക്ക് കുറച്ചേ ലോകം കണ്ടിട്ടുള്ളൂ. അവർ കൂടുതലും ലോകം കണ്ടിട്ടുള്ളത് സോഷ്യൽ മീഡിയ എന്നാണ്. സോഷ്യൽ മീഡിയയിൽ ഇവരെ ആരും മെൻറ്റർ ചെയ്യുന്നില്ല, ഇത് കാണണം അത് കാണണം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ലോകക്രമം, ഇതാണ് ശരി ഇതാണ് തെറ്റ്, അങ്ങനത്തെ ഒരു മെൻറ്ററിങ് ഒന്നും ഇവർക്ക് കിട്ടണില്ലല്ലോ. ഇവർ ഒരു അൺലിമിറ്റഡ് ആക്സസുമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ മാർക്കോ സിനിമ ഭയങ്കര വയലൻ്റ് സിനിമയാണ്, അതുകൊണ്ട് 18+ കാറ്റഗറിയിലാണ്, അതുകൊണ്ട് ചെറിയ കുട്ടികളെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശരിക്കും അതൊരു കോമഡി അല്ലേ. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടികൾ ഇതിലും വയലൻ്റ് ആയിട്ടുള്ള സിനിമകൾ യൂട്യൂബിൽ നിന്നും മറ്റുള്ളതും എല്ലാ OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അവർ കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്ത് ചെയ്യുന്നില്ല, ഇവർക്ക് ആക്സസ് കട്ടായിട്ടൊന്നുമില്ല അതിൻ്റെ പേരിൽ. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഇന്ന് കുറവുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഈ ഒരു മാനസിക പക്വതയാണ്. അതായത് അവർക്ക് ലഭിക്കുന്ന ഇൻഫോർമേഷൻസ് നല്ലത് ഏതാണ് മോശം ഏതാണ്, അല്ലെങ്കിൽ തമ്മിൽ ഭേദം ഏതാണ്, ഇങ്ങനെയൊക്കെ തിരിച്ചറിയാൻ മാത്രമുള്ള ഒരു പക്വത അവർക്ക് ഉണ്ടാവില്ല. അത് കൊടുക്കാൻ നമ്മുടെ സ്കൂളുകൾക്ക് കഴിയുന്നില്ല. ഇതാണ് ആക്ച്വൽ പ്രശ്നം. സ്കൂളുകൾ പോരാന്ന് പറയുന്നത് ആ ഒരു പെർസ്പെക്റ്റീവിലാണ്. നമ്മളെ കുട്ടികൾക്ക് ഇന്നത്തെ ലോകത്ത് ഈ അബണ്ടൻ്റ് ആയിട്ട് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും ഇൻഫോർമേഷൻ കിട്ടുന്ന ഒരു ജനറേഷൻ ഇതിന് മുൻപുണ്ടായിട്ടില്ല. അപ്പം എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇത്ര ഇൻഫോർമേഷൻ ഇല്ല. പക്ഷെ ഇന്ന് എല്ലാവർക്കും ഒരുപാട് ഇൻഫോർമേഷൻ അവരുടെ വിരൽത്തുമ്പിലുണ്ട്. അപ്പം ഇത്ര ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ ഈ ഇൻഫോർമേഷന് എന്ത് ചെയ്യണം എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും ചീപ്പസ്റ്റ് ഡാറ്റ ഇന്ത്യക്കാർക്കാണ്. നമുക്ക് എല്ലാവർക്കും ചീപ്പസ്റ്റ് ഡാറ്റ കിട്ടുന്നുണ്ട്. ഒരു സാധനം ചീപ്പായിട്ട് കിട്ടിയാൽ പിന്നെ അതിന് വില ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ, പിന്നെ നമുക്ക് അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നറിയില്ല. സത്യം. ഇത്രയും ഡാറ്റ ലോകത്ത് ചീപ്പായിട്ട് കിട്ടിയിട്ട് നമ്മൾ സയൻറ്റിഫിക്കലി ഒരുപാട് മുന്നേറിയോ, ടെക്നോളജിക്കലി ഒരുപാട് മുന്നേറിയോ, ആസ് എ സൊസൈറ്റി നമ്മൾ ഒരുപാട് എമേർജ് ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ കുറേ കിട്ടുക എന്നുള്ളതല്ല ആവശ്യം, പകരം ഒരു തെരഞ്ഞെടുപ്പ്. ആൾക്കാർ എപ്പോഴും തെരഞ്ഞെടുക്കൽ എപ്പോഴാണെന്ന് അറിയും, ലിമിറ്റഡ് ഉണ്ടാകുമ്പോൾ ആ ലിമിറ്റേഷൻസ് ആണ് ശരിക്കും നമ്മൾ അതിലെ ഒബ്ജക്റ്റീവായിട്ട് തിരഞ്ഞെടുക്കുക, ലിമിറ്റഡ് റിസോഴ്സ് ഉണ്ടാകുമ്പോൾ. അപ്പം ആ ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷനിലൂടെയൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഭാഗം. അതായത് നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്താൻ വേണ്ടുന്ന ഒരു മാനസിക പക്വത നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. എപ്പോഴും സംസാരിക്കുന്ന കൂട്ടത്തിൽ ഫ്യൂച്ചറിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കും, ഒരു 10 വർഷം കഴിഞ്ഞ് ഇങ്ങനെയായിരിക്കും എന്നൊക്കെ. അപ്പം എനിക്ക് ആളുകൾക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾക്കപ്പുറം 2050 എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും, ഞാനത് ചോദിക്കാം. അതിൽ ടെക്നോളജി പരമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവാന്നറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പം ആദ്യത്തത് ഓക്കെ, ട്രാവൽ ഫെസിലിറ്റി. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ, അതിന് എന്തൊക്കെ ഒരു 2050 ആകുമ്പോഴത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും? ട്രാവലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ട്രാവലിന് നമ്മൾ റോഡിന് എപ്പോഴും ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ കേരളം പോലത്തെ ഒരു സ്ഥലത്ത് ഹൈവേ ഇനിയും വികസിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വീടുകൾ നിരത്തേണ്ടി വരും. കാരണം നമ്മൾ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഭയങ്കര ഹൈ ആണ്. പക്ഷെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു ഏരിയ ഉണ്ട്, ഏരിയൽ ട്രാവൽ. ഏരിയൽ ട്രാവൽ യൂട്ടിലൈസ് ചെയ്യാത്ത, ഇപ്പോൾ ഹെലികോപ്റ്റർ ഒരു കൈൻഡ് ഓഫ് ഫ്ലൈയിങ് കാറാണ്. പക്ഷേ ഹെലികോപ്റ്റർ വേറെ ടെക്നോളജിയാണ്, കോസ്റ്റ്ലി അഫെയർ ആണ്. മാത്രമല്ല അത് നമുക്ക് എന്താ പറയുക, അതിന് വേണ്ടുന്ന ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഒക്കെ ഭയങ്കര ഹൈ ആണ്. അത് ഓടിക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ യാത്രയുടെ ചിലവ് വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഫ്ലൈയിങ് കാറുകൾ, അതിന് ഓട്ടോണമസ് കാറുകൾ, ഓട്ടോണമസ് കാറാകുമ്പോഴുള്ള വലിയൊരു ഗുണം എന്താണെന്നറിയോ, റോട്ടിലുള്ള 90% ആക്സിഡൻറ്റുകൾ മനുഷ്യരുണ്ടാക്കുന്ന. അപ്പോൾ ഓട്ടോണമസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ ഇലോൺ മസ്കിന്റെ, അപ്പോൾ അത് കണക്റ്റഡ് ആയിട്ടുള്ള വണ്ടികളും കൂടിയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ വണ്ടികൾക്കൊക്കെ പരസ്പരം മുട്ടാണ്ട് എത്ര വേണമെന്നുണ്ടെങ്കിൽ എത്ര ലെയറിൽ യാത്ര ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ പോകുന്ന വണ്ടി ഉണ്ടാവും, ഈ ലെവലിൽ പോകുന്ന വണ്ടി ഉണ്ടാവും, ഈ ലെവലിൽ പോകുന്ന വണ്ടി ഉണ്ടാവും. വിർച്വലി എന്താ പറയുക, ഒരു ലിമിറ്റേഷനും ഇല്ലാതെ ശരിക്കും ഏരിയൽ ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാക്കാനൊക്കെ പറ്റും. അപ്പോൾ അത് നല്ല ഒരു പൊട്ടൻഷ്യലാണ്. 2050 ആകുമ്പം ഫുഡുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? ഇപ്പം പല രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഇനിയിപ്പോൾ ഒരു ഗുളിക രീതിയിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫുഡ് പോയി വിശപ്പ് മാറും എന്ന രീതിയിൽ പറയുന്നു. അതുപോലെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കത് വീട്ടിൽ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ എന്തിനാ ഫുഡ് കഴിക്കുന്നത്? വിശപ്പ് മാറാൻ. ശരിക്കും അല്ല, ഇതിൽ എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. കാരണം എന്താണെന്നറിയോ, ഫുഡ് ഒരു അനുഭവം കൂടിയാണ്. അല്ലാതെ വിശപ്പ് മാറിയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും കഴിക്കൂലേ. പിന്നെ ഇതിനെ നമ്മൾ വിധമായിട്ടുള്ള ഫുഡ് കാണുമ്പോൾ നമുക്ക് വായിൽ വെള്ളം ഊറുന്നതും, അല്ലെങ്കിൽ അത് കഴിക്കാൻ എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെ എന്തുകൊണ്ടാണ് താല്പര്യം വരുന്നത്? എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ ആളുകളുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റുകൾക്ക് എന്നും സ്കോപ്പ് ഉണ്ടാവുമെന്നാണ് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ ഭക്ഷണം എന്നുള്ളത് ഒരു അനുഭവമാണ്, അല്ലാതെ എല്ലാവരും വിശപ്പിന് വേണ്ടി മാത്രം കഴിക്കുന്ന ഒരു സാധനം, ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിക്കുന്നതല്ല. വലിയൊരു ശതമാനം ആൾക്കാരും ഭക്ഷണം
ആ അനുഭവത്തിന് വേണ്ടി കഴിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫുഡ് ബ്ലോഗർമാർക്കൊക്കെ എത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ആൾക്കാർ അതിപ്പോൾ ഒരു 10 ഫുഡ് ബ്ലോഗർ പറഞ്ഞത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 11ാമത്തെ ആൾ സെയിം വിഷയത്തെക്കുറിച്ച് പറഞ്ഞാലും അതിനെ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി കണ്ടിരിക്കും. കാരണം ഓരോരുത്തരും ആ ഒരു വിഷയത്തെ എങ്ങനെ അവരുടെ വായിലെ രുചി എങ്ങനെയാണോ, പിന്നെ ചിലർ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുമല്ലോ ഫുഡിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ ഫീല് നമ്മുടേതാന്ന് തോന്നുന്നതൊക്കെ, അത് ഫുഡ് ഈസ് സംതിങ് ബിയോണ്ട് ജസ്റ്റ് ഫുഡ്. അതായത് ഒരു വിശപ്പ് മാറാനുള്ള ഒരു സാധനം മാത്രമല്ല, പകരം അതൊരു ഒരു വികാരമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മനുഷ്യൻ്റെ വളരെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റുകളാണ്. ആ സാധനങ്ങൾക്കൊക്കെ കൂടുതൽ റോൾ ഉണ്ടാകും. കാരണം അതൊക്കെയാണല്ലോ മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അല്ലാണ്ട് ഈ റോബോട്ടിന് ചാർജ് ചെയ്യുന്ന പോലെ ആവശ്യത്തിന് ചാർജ് ആയി ഇനി ഓടിക്കോളൂ എന്ന് പറയുന്നതല്ല. നമ്മളത് അനുഭവിക്കാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇനിയും പുതിയ രുചിഭേദങ്ങൾ ഉണ്ടാകും. പക്ഷേ എക്സ്ട്രീം യൂസ് കേസുകൾ ഉണ്ടാകും. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത സ്പേസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ, അതല്ല വളരെ സ്പെഷ്യലായിട്ടുള്ള ജോബുകളൊക്കെ ചെയ്യുന്ന സമയത്തോ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നോർമൽ ഫുഡ് കഴിക്കാൻ അതിന് സമയം തികയാതെ വരിക, അല്ലെങ്കിൽ നോർമൽ ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലും റിയാക്ഷൻ്റെ ഇഷ്യൂ ഉണ്ടാവുക, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരു പക്ഷേ ഈ ഗുളികകളും മറ്റുമൊക്കെ പോയേക്കാം. പക്ഷെ അല്ലാത്ത പക്ഷം ഞാൻ വിശ്വസിക്കുന്നത് ഭക്ഷണം എന്ന് പറയേണ്ടത് ആസ്വദിക്കാനുള്ള ഒരു സാധനമാണ്. ഇപ്പം എല്ലാവരും ഇപ്പം യന്ത്രവൽക്കരണമാണ്, ഇപ്പം റോബോട്ടുകൾ വരും. അപ്പം അതിൽ വരുന്ന വർക്കിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ആളുകൾക്ക് ജോലി ചെയ്യേണ്ടി വരുമോ, അതോ ഈ പറഞ്ഞ റോബോട്ട് തന്നെ എല്ലാം ചെയ്യേണ്ടി വരുമോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം 2050 ആകുമ്പോൾ? അത് ഡിപ്പെൻസ്. ഇതിനെ നമ്മൾ നോക്കി കാണുന്നത് ഏത് പോയിന്റ് എന്നാന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഉപജീവനമായിട്ടുള്ള ഒരു ജോലി മെഷീൻസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എൻ്റെ ഉപജീവന മാർഗം ഇല്ലാണ്ടാക്കും. അപ്പോൾ അതിന് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറയാം. അതായത് ഒരു ജോലി ഇല്ലാതാക്കുന്ന ഒരു സാധനമാണ് ടെക്നോളജി എന്നുള്ള രീതിയിൽ. എല്ലാ ജോലിയിലും ടെക്നോളജിയുടെ ഇമ്പാക്റ്റ് ഗ്യാരണ്ടീഡ് ആണ്. പക്ഷെ അത് ആർക്ക് എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഈ പറഞ്ഞ പോലത്തെ വിഷയങ്ങൾ ആസ്പദമാക്കിയിട്ടാണ്. അതായത് ഇപ്പം ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ ഇൻകം കണ്ടെത്തുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് എന്നെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ അധിക ടെക്നോളജിയും വരുമ്പോൾ അത് ആ ആളെ ബാധിക്കാൻ വേണ്ടി വരുന്നതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈക്വലൈസർ ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മളൊരു ഡോക്ടറെ പോയി കാണണം. ആ ഡോക്ടർക്ക് ഒരു സിറ്റിങ്ങിന് 1000 രൂപ ഫീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വക്കീലിന് ഒരു സിറ്റിങ്ങിന് 10,000 രൂപ ഫീസ് ഉണ്ട്. ഇത് ഒരു AI ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എന്താണെന്നറിയോ? 1000 രൂപ ഡോക്ടർക്ക് കൊടുക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക് പോലും നല്ല ഒരു ഹൈ ക്വാളിറ്റി ഡോക്ടറുടെ കൺസൾട്ടേഷൻ AI തരുന്നു. ഈ ആൾക്കതൊക്കെയാണ് നല്ലതാ AI വന്നത്. പക്ഷെ ഡോക്ടർക്ക് ചിലപ്പോൾ അത് വരുമാന ലോസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ടെക്നോളജിയെ നമ്മൾ ആ പോയ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് മാത്രം നോക്കാണ്ട് ഇതിനെ ഒരു ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരുടെയും ക്വാളിറ്റി ഓഫ് ലൈഫ് അത് മാറിയിട്ടുണ്ടാവും. അത് ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ ചിലപ്പോൾ ജോലി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകില്ല എന്ന് വേണമെങ്കിലും പറയാം. കാരണം ജോലി ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഗതികേടാന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതായത് ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ടത് മനുഷ്യന്മാർക്ക് മാത്രമാണ്. പ്രകൃതിയിലുള്ള മറ്റു മൃഗങ്ങളൊന്നും ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നില്ല. അവർ പ്രകൃതിയിലുള്ളത് എന്താണോ അത് കളക്ട് ചെയ്തിട്ട് കഴിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസിന്റെ കാര്യമല്ല, ജനറലി നമുക്ക് അങ്ങനെയാണ്. പക്ഷെ മനുഷ്യർ കൃഷി പഠിച്ച കാലം മുതൽക്ക് മനുഷ്യൻ ജോലി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അതിൽ നിന്നൊക്കെ ഉള്ളൊരു വിമോചനമായിരിക്കും ഒരു പക്ഷേ ടെക്നോളജി കാരണം ഉണ്ടാവുക. അപ്പോൾ അടുത്ത ചോദ്യമുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാനും മറ്റുമൊക്കെ ഉള്ളത് എന്തായിരിക്കും എന്നുള്ളത്. ഇത് ശരിക്കും ഇന്ന് ലോകത്ത് നടക്കുന്ന ഒരു പ്രധാന ചർച്ചയാണ്. ഈ മനുഷ്യൻ്റെ ശാരീരിക ക്ഷമത ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ യന്ത്രങ്ങൾ മുന്നേ ചെയ്യുന്നുണ്ട്. ഇപ്പം അതിൻ്റെ അടുത്ത ലെവൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ റോബോട്ടിക്സും മറ്റുമൊക്കെ കൂടുതൽ വ്യാപകമാവുമ്പോൾ അത്തരം ജോലികൾ ഇനിയും യന്ത്രങ്ങൾക്ക് കൂടുതൽ കൈകാര്യം ചെയ്യാൻ കഴിയും. ഈ റോബോട്ടിക്സ് പ്ലസ് AI വന്നാൽ, റോബോട്ടുകൾക്ക് ബുദ്ധി വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ ഈ ടെസ്ലയുടെ ഒപ്റ്റിമസ് റോബോട്ടുകളൊക്കെ വരും എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന അടുത്തൊരു സിനാരിയോ അതാണ്. അപ്പോൾ പതിയെ ഒരു പുതിയ ജോലികൾ എന്തായാലും എമർജ് ചെയ്യും. അത് പുതിയ ജോലികൾ എമർജ് ചെയ്യുമെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ഹ്യൂമാനിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ജോബുകൾ ഒരുപാട് ഉണ്ടാകും. അതായത് മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ മറ്റു മനുഷ്യരുള്ള പോലത്തെ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഫോർമേഷനിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ജോലികൾ വന്നേക്കാം. ഒരുപക്ഷെ ഗവൺമെന്റുകളോ മറ്റോ ഒക്കെ ശരിക്കും ഈ ഭക്ഷണം ഇപ്പൊ റേഷൻ കട പോലെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ കോവിഡ് കാലത്ത് ഒരുപാട് പേർക്ക് ജോലി ഇല്ലാതിരുന്ന സമയത്തും ആർക്കും ഭക്ഷണം മുടങ്ങിയിട്ടുണ്ടാവില്ലേ. കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ലൊരു പൊതുവിതരണ സംവിധാനം ഇല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇനി ഒരുപക്ഷെ യന്ത്രങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കൃഷിയൊക്കെ തുടങ്ങാൻ പറ്റും. ഇപ്പോൾ നിലവിൽ ആ ടെക്നോളജി കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഇപ്പൊ നിലവിൽ ഹ്യൂമൻസിനെ വെച്ച് ചെയ്യുന്നത് തന്നെയാണ് ലാഭം, ടെക്നോളജിയുടെ കോസ്റ്റ്. പക്ഷെ ടെക്നോളജി മെച്യൂർ ആവുന്നതിനനുസരിച്ചിട്ട് അതിന്റെ കോസ്റ്റ് കുറയും. ജസ്റ്റ് ലൈക്ക് നമ്മൾ ഫോണിന്റെ കാര്യത്തിൽ വന്ന മാറ്റം നോക്കുക, ഇന്റർനെറ്റിന്റെ കാര്യത്തിൽ ബെസ്റ്റ് എക്സാമ്പിൾ ഇന്റർനെറ്റ് ആണ്. 150 ഉറുപ്പ്യക്ക് 150 MB കിട്ടിയിരുന്ന കാലത്ത് നിന്ന് മാറിയിട്ട് ഇന്നൊരു 350 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഡെയിലി 2 GB വെച്ചിട്ട് കിട്ടുന്ന ഹ്യൂജ് ചേഞ്ച് അല്ലേ.
ഇങ്ങനെ ഇത് ഡിജിറ്റൽ മേഖലയിൽ വന്ന ചേഞ്ചാണ്. അതൊരു ഫിസിക്കൽ വേൾഡിൽ അങ്ങനെ തന്നെ അപ്ലിക്കബിൾ ആവും എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ദെൻ റോബോട്ടിക്സിലും മറ്റുമൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റാപ്പിഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പോൾ ഏതൊക്കെ മേഖലയിൽ കൂടുതൽ ഇൻവെൻഷൻസ് ഇന്നോവേഷൻസ് ഒക്കെ വരുന്നു അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തുണ്ടാകും, ഈ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്തൊരു 10 to 20 ഇയേഴ്സിനകത്തൊക്കെ ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ട ഗതികേട് മനുഷ്യർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ് എന്നാണ്. ഈ കേരളത്തിൽ എന്തൊക്കെ ഒരു ഗ്രോത്ത് ആയിരിക്കും ടെക്നോളജിയിൽ വരിക? ഇപ്പം എപ്പോഴും പറയാറുണ്ട് മലപ്പുറം ദുബായ് ആക്കണം, നമ്മളതിന് കാത്തിരിക്കുകയാണ്. എത്ര വർഷം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നറിയില്ല. എങ്കിലും ആ ഒരു മാറ്റം ഉണ്ടല്ലോ, ആ ഒരു ഗ്രോത്ത് കേരളത്തിൽ എങ്ങനെയായിരിക്കും ടെക്നോളജി? ഇതെന്തെന്നറിയോ, മലപ്പുറം ദുബായ് ഒക്കെ എന്നുള്ളത് എല്ലാവരും അതിന്റെ അത്ര മാത്രമേ കേൾക്കാറുള്ളൂ, അതിന്റെ ഫുൾ പിക്ചർ കേൾക്കാറില്ല. അത് നിനക്കെന്താ കേരളത്തെ ദുബായ് ആക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്, അത് ശരിക്കും അത് നമ്മൾ മലപ്പുറത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റിന്റെ ക്യാപ്ഷൻ ആയിരുന്നു ഈ മലപ്പുറം ദുബായ് ഒക്കെ എന്ന് പറഞ്ഞിട്ട്. അതായത് അവിടെ ചെയ്തിരുന്ന ഒരു പബ്ലിക് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ ഉണ്ട്. സൗജന്യമായിട്ട് നമ്മൾ 100,000 കുട്ടികളെ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ പഠിപ്പിക്കുക എന്നുള്ള ഒരു പരിപാടിയായിരുന്നു. അത് നല്ല വിജയകരമായിട്ട് അതിന്റെ 1ാം ഘട്ടം പൂർത്തിയാക്കി. ഡോക്ടർ ശശി തരൂർ സാർ വന്നിട്ട് അതിന്റെ കോൺവൊക്കേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. നല്ല വിജയകരമായിട്ട് പോയൊരു പരിപാടിയാണ്. അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു പ്രധാന പ്രശ്നം, ഞാൻ അതിനെ പ്രശ്നം എന്ന് തന്നെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ വളരെ എന്താ പറയുക, ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. ഇപ്പോൾ ഒരിക്കലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിൽ ഇപ്പം പത്രങ്ങളിലൊക്കെ കത്തി നിൽക്കുന്ന വിഷയങ്ങൾ, മീഡിയകളിൽ കത്തി നിൽക്കുന്ന വിഷയങ്ങൾ ഒരിക്കലും കോമൺ മാൻ്റെ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പറയാം, ഇപ്പോൾ സോളാർ കേസ് ഉണ്ടായിരുന്നു, ഭയങ്കര വിവാദമായിട്ടുള്ളൊരു വിഷയമാണ്. എത്ര സാധാരണക്കാർക്ക് അതിൽ പൈസ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പൈസ പോയിട്ടില്ല. പക്ഷെ എല്ലാ സാധാരണക്കാരൻ്റെയും വലിയ ഒരു ശതമാനം അറ്റൻഷൻ മീഡിയകളിലൂടെ ആ സബ്ജക്റ്റ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് എത്ര ചെറിയ കേസാണെന്നറിയോ, അതായത് എല്ലാം കൂടി കൂട്ടുമ്പോൾ 10-20 കോടിയുടെ കേസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എമൗണ്ടേ അല്ല. ഞാൻ പറയുന്നത് ആസ് എ കേരളം, ആസ് എ ബിഗ് 3.5 കോടി ജനങ്ങളുള്ള ഒരു സ്ഥലത്തെ കാര്യം പറയുന്നത്. പക്ഷെ നമ്മൾ മീഡിയ അറ്റൻഷൻ, ഇതിന്റെ മേലെയുള്ള പബ്ലിക് ഡിസ്കോഴ്സ്, ഇതൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കായിരുന്നു. ഇനി വേണ്ട, ഇനി നമ്മൾ ഇതിലെ കുറച്ചു കാലം മുന്നേ നടന്നതല്ലേ, ഇപ്പൊ കേരളം നന്നായിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കാം. 2025 തുടങ്ങിയിട്ട് ഇത് 2-2.5 മാസം കഴിഞ്ഞു. കേരളത്തിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ എന്തൊക്കെയായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത ലെസൺസ് കിട്ടും. അതായത് നമ്മൾ ടൂ മച്ച് ഡിസ്ട്രാക്റ്റഡ് ആണ്. എന്നിട്ട് നമ്മൾ പിന്നെ എന്ത് പറയും, രാഷ്ട്രീയക്കാർ ശരിയില്ല. അല്ല, നമ്മളാണ് ശരിയില്ലാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർ ശരിക്കും ട്രെൻഡിന് പിറകെ പോകുന്നവരാണ്. ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് അവരല്ല. ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതിൽ ഒരു പരിധിവരെ മീഡിയക്ക് പങ്കുണ്ട്. പക്ഷേ ഈ മീഡിയ ഒരു സംഭവം പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളത് കാണണ്ടെന്ന് തീരുമാനിച്ചാൽ അത് ട്രെൻഡ് ആവുന്നില്ല. നേരെ മറിച്ച് അതിനോട് ആളുകൾ റെസ്പോണ്ട് ചെയ്യുകയും റിയാക്ട് ചെയ്യുകയും അതിലേക്ക് ഇങ്ങോട്ട് ഈച്ച പൊതിയുന്ന പോലെ കൂടുമ്പോൾ പിന്നെ അത് ട്രെൻഡായി മാറി. എല്ലാ മീഡിയ ചാനൽസും അത് ഏറ്റെടുത്തു. ഇതിനിപ്പോൾ ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ അറ്റൻഷൻ എക്കോണമി ആണല്ലോ, കാരണം ഇതിന്റെ എല്ലാ അറ്റൻഷൻ എവിടെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അറ്റൻഷൻ എക്കോണമിയിൽ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് ഈ പബ്ലിക്കാണ്. ജനറൽ പബ്ലിക് ഇത്രയും വിഷയങ്ങളിൽ കൊടുക്കുന്ന അറ്റൻഷനാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വിഷയം വരുന്ന സമയത്ത് നമ്മൾ വളരെ ബാഡായിട്ടുള്ള ആൾക്കാരാണ്. അതായത് ആ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതിൽ നമ്മൾ അത്ര വിഷണറി ഒന്നുമല്ല. അപ്പോൾ ഞാൻ ഇതിലൊരിക്കലും രാഷ്ട്രീയക്കാരെ ബ്ലെയിം ചെയ്യാത്ത എന്താ വെച്ചാൽ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വലിയൊരു ശതമാനം രാഷ്ട്രീയക്കാരിലുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന പൊളിറ്റീഷ്യൻസിലൊക്കെ അതുണ്ട്. പക്ഷെ അവർക്ക് പോലും നല്ല കാര്യങ്ങൾ ചെയ്തോളാൻ നിർബന്ധമില്ല. ഇവിടെ നടക്കുന്ന പ്രധാന വിവാദങ്ങളുടെ കൂടെ കൊടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ജീവിച്ചു പോകാൻ പറ്റും എന്ന് അവർ മനസ്സിലാക്കുമ്പോൾ അറ്റ് എൻഡ് ഓഫ് ദ ഡേ മനുഷ്യന്മാരല്ലേ, അവരെന്ത് ചെയ്യും, ഈ പറഞ്ഞ മോട്ടിവേഷൻസിലേക്ക് പോകും. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് കൊണ്ടൊന്നും ലോകത്ത് നടക്കുന്ന ഒരു സാങ്കേതിക വിപ്ലവങ്ങളും നമ്മളെ ബാധിക്കാതെ പോവില്ല. കേരളത്തിലേക്ക് ഇന്നോ നാളെയോ മറ്റന്നാളോ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വിഭാഗം ഓണ്ടർപ്രണേഴ്സ് കേരളത്തിലേക്ക് എമർജ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നല്ല ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു വലിയ ശതമാനം ആൾക്കാർ ഡിസ്ട്രാക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിലും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവർ അടുത്ത പുതിയ കേരളത്തെ നിർമ്മിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ വീട്ടിൽ ഇപ്പം തന്നെ, അതായത് ഒരാളെ വിളിക്കാനാണെങ്കിൽ, ഫുഡ് കഴിക്കാൻ വിളിക്കാൻ തന്നെയാണെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ ഫോണാണ്. അതായത് തൊട്ടടുത്തുള്ള ആളെ വരെ നമുക്ക് പോയിട്ട് വിളിക്കാനോ അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ ആരും കണക്റ്റഡ് അല്ല. അപ്പോൾ ഈ ടെക്നോളജിയിൽ ഇത് ഹ്യൂമൻ ഇമോഷൻ എങ്ങനെയൊക്കെ ബാധിക്കുക, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഇതെന്താണെന്നറിയോ, ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വിളിക്കുന്നത് സ്വന്തം മോനെയോ മോളെയോ അല്ലെങ്കിൽ പാർട്ട്ണറെയോ അവരൊക്കെ തന്നെ അല്ലേ. പക്ഷെ ആളുകളുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ, സംവേദന മാധ്യമമാണ് മാറിയത്. അതായത് ഈ നമുക്ക് എന്താണോ അങ്ങോട്ട് പറയാനുള്ളത് അതിനുപയോഗിക്കുന്ന മീഡിയം മാറി. മീഡിയം മാറിയത് കൊണ്ട് നെസസറിലി അത് ബാഡ് ആവണമെന്നില്ല.
കൺവീനിയന്റ് ആവാം. ഇപ്പൊ നമ്മൾ അടുക്കളയിൽ നിന്ന് വിളിച്ചാൽ ബെഡ്റൂമിലേക്ക് കേൾക്കൂലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഫോൺ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മളെ വീട്ടിലൊക്കെ നടക്കുന്ന കാര്യമാണ്. പക്ഷെ അവർക്ക് എത്ര എനർജി ലാഭമാണ്, അതായത് നിന്നിട്ട് ശബ്ദം ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഞാനൊരു പുതിയ തലത്തിലേക്ക് മാറി എന്നുള്ളത് സത്യമാണ്. ഇതിനെ നമ്മൾ ജസ്റ്റ് പുതിയ തലത്തിൽ മാറിയത് കൊണ്ട് അത് മോശമായി എന്നുള്ളതൊന്നും അർത്ഥാക്കുന്നില്ല. ഇപ്പോൾ മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഒരാൾ ഗൾഫിലേക്കൊക്കെ പോയാൽ 1 മാസം കഴിഞ്ഞിട്ടാണ് അവരവിടെ എത്തിയോ എന്നുള്ളത് പോലും അറിയാം. കാരണം അവരവിടെ എത്തി ഒരു കത്ത് അയച്ച് ആ കത്ത് ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ടൈം എടുക്കും. പിന്നെ അതിന് റിപ്ലൈ എഴുതിയാൽ അനദർ 1 month എടുക്കും. പക്ഷെ ഇന്ന് നമുക്കറിയാം, ഇന്ന് ഇവിടുന്ന് എയർപോർട്ടിൽ എത്തിയിട്ടോ, ഫ്ലൈറ്റിൽ കയറിയിട്ടോ, എന്നിട്ട് ഫ്ലൈറ്റിൽ നിന്നൊരു സെൽഫി, എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാനിവിടെ ഇറങ്ങിയിട്ടോ, ഞാൻ റൂമിൽ എത്തിയിട്ടോ, അതായത് അത്രയും ഇൻഫോർമേഷൻ ഉണ്ടല്ലോ. അപ്പോൾ മുൻപത്തെ ആൾക്കാർ അതിനെ വളരെ വൈകാരികമായിട്ട് കണ്ടിരുന്ന ഒരു സംഭവം ഉണ്ടാവും. നല്ല നമ്മൾ പണ്ട് കത്തുപാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം തന്നെ ഉണ്ടാവും, ഒരു കാറ്റഗറി തന്നെ ഉണ്ടായിരുന്നല്ലോ. അത് എൻജോയ് ചെയ്തിരുന്ന ഒരു ജനറേഷൻ ഉണ്ട്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്തായിരുന്നു ഭയങ്കര സംഭവം. യെസ്, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സാധനം ഉണ്ട്. അത് നമുക്കതിനെ എത്ര വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ നൊസ്റ്റാൾജിയനെ നമുക്ക് പറഞ്ഞിരിക്കാം. പക്ഷെ ഇനി അതൊന്നും തിരിച്ചു വരില്ല. ഇതിപ്പോൾ പുതിയൊരു ലെവൽ ഓഫ് എൻഗേജ്മെന്റ്, പുതിയ ലെവൽ ഓഫ് എന്റർടൈൻമെന്റ്, എല്ലാത്തിലും ഒരു പുതിയ ലെവൽ വരുന്നുണ്ട്. പിന്നെ എല്ലാവരും ഈ എന്താ പറയുക, ഇതിലൊക്കെ കണ്ട് അഡിക്റ്റ് ആയിട്ട് എരപ്പായി പോകുന്നു അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആൾക്കാർക്ക് ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അതായത് മോശമാവുന്ന ആൾക്കാരുണ്ട്, ഇതിനെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് അത് പണ്ടും ഉണ്ടായിരുന്നു. പണ്ടും ഇങ്ങനെ എന്താ പറയുക, സമൂഹത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടായിരുന്നു. എല്ലാ രീതിയിലും കള്ളുടിച്ച് നടക്കുന്ന ആൾക്കാർ, മറ്റുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നവർ, സമൂഹത്തിൽ ഇഷ്യൂ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ശരിക്കും പവർ ഓഫ് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് തന്നെ ഉണ്ട്. ഒരാൾ ഒരു മിസ്ബിഹേവ് ചെയ്യുന്ന ആളുടെ മുൻപിൽ നമ്മളൊരു ഫോൺ എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ അയാൾ ഓട്ടോമാറ്റിക്കലി നല്ലവനാകും. കാരണം എന്താ, പബ്ലിക് എന്നെ പറ്റി മോശം ഇമേജ് വരും എന്നുള്ള ആ ഒരു പബ്ലിക് സ്ക്രൂട്ടിനി എല്ലാവരും ഭയക്കുന്നുണ്ട്. അപ്പോൾ ടെക്നോളജിനെ കൊണ്ട് അങ്ങനെ ഒരു പോസിറ്റീവ് വശമുണ്ട്. അതായത് മുൻപ് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പല തട്ടിപ്പുകളോ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷെ ഇന്നിപ്പോൾ എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ റെഡി ആയപ്പോൾ ഇന്ന് ഒടിയന്മാരില്ല എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ടല്ലോ, കാരണം എല്ലായിടത്തും വെളിച്ചമായി. അപ്പോൾ അതേപോലെ ബെറ്റർ ടെക്നോളജി മുന്നോട്ട് വരുന്നതിനനുസരിച്ച് പല ഭാഗങ്ങളിലും ഒരുപാട് ട്രാൻസ്പെറൻസി വരുന്നുണ്ട്. അത് ഒരു കണക്കിന് നല്ലതാവാം. പക്ഷെ മനുഷ്യർ തമ്മിൽ ആശയങ്ങൾ കൈമാറിയിരുന്നതോ മറ്റോ ഒക്കെ ഒരു പുതിയ തലത്തിലേക്ക് എത്തി. അതിന് എല്ലാ അഭിപ്രായങ്ങളും ഉണ്ടാകും. പക്ഷെ ഞാൻ അതിനെ എന്താ പറയുക, ഇമോഷണൽ ലെവലിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ തോന്നാം. അതായത് ആ പഴയ ആ ഇമോഷൻ കിട്ടണില്ലല്ലോ എന്നുള്ള സാധനമൊക്കെ. ഇപ്പോൾ റോബോട്ട് നമുക്ക് ഭക്ഷണം വെച്ചുണ്ടാക്കി തരുമ്പോൾ അമ്മൻ്റെ കൈ കൊണ്ട് കിട്ടിയിരുന്ന ആ മാതൃത്വം ഇതിനില്ലല്ലോ. ശരിയായിരിക്കാം, പക്ഷെ അമ്മ നമ്മുടെ വേലക്കാരിയായിരുന്നു അറ്റ് ദാറ്റ് പോയിന്റ്. സ്നേഹത്തോടെ വെച്ച് വിളമ്പാണെങ്കിൽ പോലും ആ ഒരു പോയിന്റ് വരേക്കും അതുണ്ട്. പക്ഷെ അപ്പൊ അമ്മനെ ഫ്രീ ആക്കി ഇരുത്തിയിട്ട് ഒപ്പം ഇരുന്നിട്ട് നമുക്ക് റോബോട്ടിനെ കൊണ്ടുള്ള ഭക്ഷണമാണെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് എല്ലാത്തിനും ഗുണവും ദോഷവും ഒക്കെ ഉണ്ട്. ഞാനതിനെ വെറും ടെക്നോളജി വരുന്നത് എല്ലാം നല്ലതിന് എന്നുള്ള രീതിയിൽ പറയല്ല. പക്ഷെ വാട്ട് ചോയ്സ് ഡു വി ഹാവ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കിതിലൊന്നും ഒരുപാട് ചോയ്സ് ഇല്ല. അതായത് നമ്മൾ ഇതൊന്നും വേണ്ട, നമ്മൾ പഴഞ്ചൻ രീതികളിലേക്കാണ് മടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ വരുമാന സാധ്യതകൾ നിൽക്കും, നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പഴയ രീതിയിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ റോബോട്ടിനൊന്നും വെക്കൂല, മനുഷ്യരെ വെച്ച് മാത്രമേ ബിസിനസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഡക്റ്റ് കോസ്റ്റ്ലി ആയിരിക്കും. കാരണം റോബോട്ടിനെ വെച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്ക് എന്നെക്കാളും ബെറ്റർ പ്രൈസിൽ കൊടുക്കാൻ പറ്റും. ടെക്നോളജി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്നെക്കാളും ബെറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും. സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ എക്സ്പീരിയൻസ് നമുക്ക് വളരെ ഫാസ്റ്റ് ആക്കാൻ പറ്റും. അപ്പം ഞാൻ ഫേസ്ബുക്കിലൊന്നും പേജ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സുകാരൻ ഇന്ന് ഔട്ട്ഡേറ്റഡ് ആണ്. അയാളുടെ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് അയാൾക്ക് ഓഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അതാണ്, ഇത് ശരിക്കും ഒരു ലെസ്സർ ഈവിൾ എന്നുള്ള ചോയ്സ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈവിളാണ് ഗ്യാരണ്ടീഡ്. ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഇമോഷൻസിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ വാട്ട് ചോയ്സ് വി ഹാവ് എന്നുള്ളതാണ് ഫൈനൽ ചോദ്യം. പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. അവസാനത്തെ ചോദ്യം ഞാൻ ബാക്കി വെക്കാണ്. നിങ്ങൾക്കത് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഒരു ട്രെറ്റാണോ അത് നിങ്ങൾക്ക് കമൻസിലൂടെ അതിന് ആൻസർ ചെയ്യാം. അപ്പം ഒരുപാട് സന്തോഷം, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നതിന് മുൻപ് മനസ്സിലാക്കിയതുപോലെയല്ല ഇപ്പോൾ ഇൻ്റർവ്യൂക്ക് ശേഷം ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒരുപാട് നന്ദി. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.